എൻ്റെ അമ്മേ, ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്നത് നല്ല ചമ്മലുണ്ടാവുന്നുണ്ട്. എന്നാലും സാരില്ല, പോട്ടെ. തലേ ദിവസത്തെ എൻ്റെ കോസ്റ്റ്യൂം ആക്ച്വലി ഇതൊരു നല്ല സാരി ആയിരുന്നു. ആ സാരിക്ക് സാരിയുടെ തന്നെ ബ്ലൗസും ഉണ്ടായിരുന്നു. ഇത് ഞാൻ കരഞ്ഞു പോയൊരു മൊമെന്റ് ആയിരുന്നു. ഇത് എൻ്റെ വളരെ ഡിയറസ്റ്റ് ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. അതാ ഞാൻ വരുന്നു. ഈ സമയത്തൊക്കെ എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആണ്. ഞാൻ ഭയങ്കര ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ടൊക്കെ നിൽക്കുകയാണേ. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും കിളി പറക്കുന്ന മൊമെന്റുകളൊക്കെ വരുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ്. ആക്ച്വലി ഞാനിന്നിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം കല്യാണ വീഡിയോ വീണ്ടും പ്ലേ ചെയ്ത് കാണാമെന്ന് പറയുന്നത് പലർക്കും ഭയങ്കര ചമ്മലുണ്ടാക്കുന്ന ഒരവസ്ഥയായിരിക്കും. അത് അന്ന് നമ്മൾ എങ്ങനെ ഇരുന്നത്, നമ്മുടെ മേക്കപ്പ് എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഇരുന്നിട്ട് എൻ്റെ വെഡ്ഡിങ് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. 6-7 വർഷം മുൻപത്തെ, ഞാൻ ബിഹൈൻഡ് വുഡ്സിലൊക്കെ വരുന്നതിന് മുൻപ്, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവർ എന്നുള്ളൊരു കരിയർ തുടങ്ങുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു ഞാനെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഈ 1.5 മണിക്കൂറിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാനൊന്ന് വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാം, നമുക്ക് ഒരുമിച്ച് ആ ഓർമ്മകളൊക്കെ ഒന്ന് ഓർത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് തുടങ്ങുന്നത് തലേ ദിവസത്തെ പരിപാടി വെച്ചിട്ടാണ്. എനിക്കൊരു കാര്യം ആദ്യമേ നിങ്ങളോട് പറയാനുണ്ട്. എൻ്റെ അമ്മയും അച്ഛനും ഒരു സോഷ്യൽ വർക്കേഴ്സ് ആയതുകൊണ്ട് എൻ്റെ കല്യാണം എന്നൊക്കെ പറയുന്നത് ആ പ്രദേശത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായിരുന്നു. കാരണം അമ്മ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, അച്ഛൻ അവിടെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സോഷ്യലി ആക്റ്റീവായിട്ടുള്ള ഒരാൾ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു മിനിമം 1000 പേരെങ്കിലും വിളിക്കേണ്ട തലേ ദിവസത്തെ പരിപാടികളായിരുന്നു അരങ്ങേറിയത്. ആ സമയത്തൊക്കെ എനിക്കതൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ 50 പേരുടെ പരിപാടി കൂടുതലും ഞാൻ ഒരു പരിപാടിയും പിടിക്കാറില്ല. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു. അന്ന് വീടിന് അടുത്തൊരു NSS ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു തലേ ദിവസത്തെ പരിപാടികൾ ഒക്കെ അരങ്ങേറിയത്. തലേ ദിവസത്തെ എൻ്റെ കോസ്റ്റ്യൂം ആക്ച്വലി ഇതൊരു നല്ല സാരി ആയിരുന്നു. ആ സാരിക്ക് സാരിയുടെ തന്നെ ബ്ലൗസും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അന്നത്തെ ഒരു ഫാഷൻ സെൻസ് കൊണ്ട് ഞാൻ വിചാരിച്ചു നീല സാരി, ചുവന്ന ബ്ലൗസ് ഒക്കെ ഭയങ്കര സ്റ്റൈലായിരിക്കും എന്ന് വിചാരിച്ച് ചെയ്ത പരിപാടിയായിരുന്നു അത്. ഇപ്പം കാണുമ്പോൾ എനിക്ക് സത്യമായിട്ട് നാണമാകുന്നുണ്ട്. എൻ്റെ അമ്മേ, ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്നത് നല്ല ചമ്മലുണ്ടാവുന്നുണ്ട്. എന്നാലും സാരില്ല, പോട്ടെ. ഇതൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലം. നമ്മളെ എല്ലാ ആൽബങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ കാണില്ലേ, തൊട്ടടുത്തുള്ള അമ്പലം, ഏതെങ്കിലും പറമ്പുകൾ, ഏതെങ്കിലും പാടം, അവിടെയൊക്കെ പോയി എൻ്റെ കല്യാണ പെണ്ണിനെ അങ്ങോട്ട് നടത്തുന്നു, ഇങ്ങോട്ട് നടത്തുന്നു, ഇങ്ങനെ നടത്തുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇത് ഗ്രാൻഡ് പാരൻസ് ഒക്കെയാണ്, ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ് ആ പരിപാടിയൊക്കെ തീർത്ത് തലേ ദിവസത്തെ പരിപാടിയുടെ സമയമാകുന്നു. തലേ ദിവസത്തെ പരിപാടി തുടങ്ങുന്നു. തലേ ദിവസത്തെ പരിപാടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറയട്ടെ, എനിക്കിപ്പോൾ ഇതൊന്നും അങ്ങനെ ഓർമ്മയില്ല. ആക്ച്വലി ഈ സിനിമ ഫീൽഡിലേക്ക് വരുന്നതിന് മുൻപ്, അതായത് ഇങ്ങനെ ബിഹൈൻഡ് വുഡ്സിലോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഇൻ്റർവ്യൂവർ എന്നൊക്കെ ഉള്ളൊരു ടാഗ് ലൈൻ എനിക്ക് വരുന്നതിന് മുൻപ് എനിക്ക് സിനിമാ മേഖലയിലുണ്ടായിരുന്ന 2 ബന്ധങ്ങളാണ് ഇപ്പോൾ അതിനകത്ത് കാണുന്നത്. ആദ്യം കാണുന്നത് കൃഷ്ണൻ സേതുകുമാർ. കൃഷ്ണൻ നമ്മളിപ്പോൾ കണ്ട ഫാർമ വെബ് സീരീസിലെ അതിൻ്റെ പ്രൊഡ്യൂസർ. രണ്ടാമത്തെ ആൾ അരുൺ ഗോപിനെ എല്ലാവർക്കും അറിയാം, രാമലീലയുടെ ഒക്കെ ഡയറക്ടർ. കൂടെ വന്ന ആൾ എനിക്ക് വളരെ സർപ്രൈസിങ് ആയിരുന്നു. തലേ ദിവസം ഇവർ രണ്ടുപേരുടെയും കൂടെയാണ് അന്നരാജൻ, നമ്മുടെ ലിച്ചിയും വന്നത്. അങ്ങനെ പെട്ടെന്ന് ആ തലേ ദിവസം അവരവിടെ വന്ന് എനിക്കൊരു വളരെ സർപ്രൈസിങ് ആയിട്ട്, കാരണം ഞാൻ അവരെ കല്യാണത്തിന് വിളിച്ചിട്ടുള്ളൂ, അവർക്ക് എൻ്റെ വീട് എവിടെയാണെന്ന് പോലും അറിയില്ല. പക്ഷേ കറക്റ്റ് അവർ വീട് കണ്ടുപിടിച്ച് അവിടെ അടുത്തുള്ള ഓഡിറ്റോറിയം കണ്ടുപിടിച്ച് തലേ ദിവസം തന്നെ വന്നതായിരുന്നു. അതൊരു സന്തോഷകരമായ മെമ്മറി ആയിരുന്നു. ഇത് ഞാൻ കരഞ്ഞു പോയൊരു മൊമെൻ്റ് ആയിരുന്നു. ഇത് എൻ്റെ വളരെ ഡിയറസ്റ്റ് ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. അവൾ സൗദിയിലായിരുന്നു ഈ സമയത്ത്. അപ്പം ഞാൻ കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, എടി എനിക്ക് വരാൻ പറ്റില്ല. അങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ കല്യാണ തലേ ദിവസമേ അവൾ ഫ്ലൈറ്റ് എടുത്ത് കല്യാണത്തിന് വേണ്ടി വന്നു. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായി. അതിനുവേണ്ടി മാത്രമാണ് അന്ന് അശ്വനി വന്നത്. അങ്ങനെ അതെന്നെ ഭയങ്കര സന്തോഷിപ്പിച്ച ഒരു സമയമായിരുന്നു. ഞാൻ വളരെ ഒരു വികാരജീവി ആയതുകൊണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് കരച്ചിലടക്കാൻ പറ്റിയില്ല, ഞാൻ കരയുകയൊക്കെ ചെയ്തായിരുന്നു.
അതായിരുന്നു ആ സമയം. പിന്നെ ടീച്ചേഴ്സ് വരുന്നു, അതുപോലെ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർ, എൻ്റെ വല്യമ്മ, അങ്ങനെ 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 ഇൻഫാക്റ്റ് രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് തലേദിവസത്തെ പ്രോഗ്രാം തീർന്നത്. എന്നിട്ടും എനിക്ക് നല്ല ക്ഷീണമുണ്ട്, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം നാളെ തൊട്ട് എന്താണ് ജീവിതം മാറാൻ പോകുന്നത്, എങ്ങനെയാണ് ജീവിതം മാറാൻ പോകുന്നത്. ഒരു കേരള മാട്രിമോണിയിൽ കണ്ടുപിടിച്ച, അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സംസാരിച്ച എങ്ങനെ നമുക്ക് ഒരാളോട് സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും പൂർണ്ണമായിട്ട് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു 6 മാസത്തെ പരിചയത്തിൻ്റെ പുറത്തുള്ള ഒരു വിവാഹമാണ്, എങ്ങനെയാകുമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ടെൻഷനുകളൊക്കെ കൊണ്ട് ഞാൻ ഉറങ്ങാതെ തീർത്ത ഒരു ദിവസമായിരുന്നു തലേ ദിവസം. അങ്ങനെ തലേ ദിവസമൊക്കെ തീർന്നു. ബട്ട് എവിടേക്കോ ഞാൻ ഹാപ്പിയോ ആയിരുന്നു, കല്യാണം കഴിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു ഹാപ്പിനെസ്സും ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാ പെൺകുട്ടികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. കല്യാണത്തിൻ്റെ തലേ ദിവസം നമുക്കുണ്ടാവുന്ന ഒരു ടെൻഷനും ആകെ ആവലാതി ഒക്കെ, എസ്പെഷ്യലി ഇങ്ങനെ അറേഞ്ച് മാരേജിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾക്ക് കേട്ടോ. അങ്ങനെ തലേ ദിവസത്തെ പരിപാടികൾ ഞാൻ പറഞ്ഞില്ലേ, സദ്യ തീർന്നുപോയ സദ്യ കണ്ടോ, നല്ല തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ തീർന്നുപോയ സദ്യ, ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ പാട്ട് പാടാൻ ഇഷ്ടമുള്ളവർ പാട്ട് പാടുന്നു. ഡാൻസ് ഇല്ലായിരുന്നു, അതൊരു കുറവായിരുന്നു അല്ലേ. തലേ ദിവസം ഡാൻസ് ഇല്ലായിരുന്നു, തലേ ദിവസം പാട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദേ കഴിഞ്ഞു പോകുന്നു. എന്തായാലും ഇപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോഴത്തേക്കും എത്രയോ വർഷമായി ഇതിൽ പലരെയും കണ്ടിട്ടെന്ന് തോന്നുകയാണ്. ഓക്കെ, അങ്ങനെ തലേ ദിവസം കഴിയുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. കാരണം സത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടില്ല ആ ദിവസം രാത്രി. അങ്ങനെ തലേ ദിവസത്തെ പരിപാടികളെല്ലാം തീരുന്നു. ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിലും ഓവറോൾ വളരെ ചെറിയ ഒരു ഫംഗ്ഷനായിട്ട് തുടങ്ങി ആരംഭിച്ച് വളരെ വലിയ ഗ്രാമത്തിലുള്ള എല്ലാവരെയും വിളിച്ചൊരു ഫംഗ്ഷനായി മാറ്റിയ പരിപാടിക്ക് ശേഷം കല്യാണം എന്ന് പറയുന്നത് എറണാകുളത്തെ ഭാസ്കരീയം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമായിരുന്നു. എറണാകുളത്ത് വെച്ച് തന്നെയായിരുന്നു മേക്കപ്പ് ഒക്കെ. തലേ ദിവസം ഞാൻ അത്ര ഹാപ്പി അല്ലായിരുന്നെങ്കിലും, എൻ്റെ തന്നെ ഐഡിയ ആയിരുന്നുള്ള സാരിയും കോസ്റ്റ്യൂമും ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും, തലേ ദിവസം ഞാൻ അത്ര ഹാപ്പി അല്ലെങ്കിലും പിറ്റേ ദിവസത്തെ എൻ്റെ സാരി സെലക്ഷനിലും എൻ്റെ ആക്സസറി സെലക്ഷനിലും എൻ്റെ മേക്കപ്പ് സെലക്ഷനിലും എല്ലാം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രി വരെ ചിന്തിച്ച എന്താകും ചിന്തകളൊക്കെ മാറിയിട്ട് ഇന്ന് നല്ല സാരി ഉടുക്കുന്നതിൻ്റെയും മേക്കപ്പ് ചെയ്യുന്നതിൻ്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ ഒരു ഓവർ ജോയിലായിരുന്നു ഞാൻ കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നു. ഇപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ്. ക്യാമറയുടെ മുന്നിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും, അഭിനയിക്കാൻ പറ്റും. ആ സമയത്ത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണകളില്ല. അപ്പോൾ അവർ സ്മോക്ക് വെഡ്ഡിങ് ആയിരുന്നു വീഡിയോ ഒക്കെ എടുത്തത്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊക്കെയോ ഞാൻ കാണിച്ചു വെച്ചു. അനീസ് അൻസാരി ആയിരുന്നു എൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്തത്. അവിടെ പാർലറിലുള്ള വിഷ്വൽസാണിത്. അവിടുത്തെ പാർലർ തന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിലൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ആ കാര്യങ്ങളൊക്കെയാണിത്. ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്ക്, ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കുറിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു കല്യാണത്തിനൊക്കെ അവർ പറയും രാവിലെ 4 മണിക്ക് റെഡി ആകണം, നമുക്ക് ഒരു 5 മണിക്കൂർ വേണം, 6 മണിക്കൂർ വേണം റെഡി ആവാൻ എന്നൊക്കെ പറയും. ഈ മേക്കപ്പ് ഞാൻ 8 മണിക്കാണ് അവിടെ ചെല്ലുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്നെ ഒരു 10:30-ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു 11 മണിക്കുള്ളിൽ ഫ്രീ ആക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇതെല്ലാം തീർത്ത് ഈ ഫോട്ടോഷൂട്ടും തീർത്ത് ഞാൻ 11:30 ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അത്രയ്ക്ക് വളരെ ക്യുക്കായിരുന്നു സാരി ഉടുക്കൽ, മേക്കപ്പ് ഇടൽ, ജ്വല്ലറി ഒന്നും ഞാൻ ഒരുപാടൊന്നും ഉപയോഗിച്ചിട്ടില്ല. വളരെ കുറച്ച് ജ്വല്ലറിയൊക്കെ ഉപയോഗിച്ചുള്ളൂ. അന്നേ ഞാനിങ്ങനെ മിതത്വത്തിൻ്റെ ആളാണെന്ന് തോന്നുന്നു, ഒരുപാടൊന്നും ഇല്ല. അങ്ങനെ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, ബുധൻ്റെ അടുത്ത് നിൽക്കുന്നു. എൻ്റെ പൊന്നേ, നാടകങ്ങൾ വേറെ ലെവലാണ് ഞാൻ. അങ്ങനെ ഇറങ്ങി ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ, അതായത് അച്ഛൻ, അമ്മ, അനിയൻ അവരുടെയൊക്കെ കൂടെ ഓരോ ഫാമിലി പിക്ചേഴ്സൊക്കെ എടുക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ പതുക്കെ റിയാലിറ്റി ഹിറ്റ് ചെയ്ത് തുടങ്ങി. അതായത് എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന വൺ ഓഫ് ദി വെരി എന്താ പറയുക മേജർ ഡിസിഷൻസ് ആണിത്.
ഞാൻ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, കാരണം ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുന്നത് ദൂരദർശനിലാണ്, തിരുവനന്തപുരത്താണ്, കല്യാണം കഴിക്കുന്ന എറണാകുളത്താണ്. ബിക്കോസ് എനിക്ക് എറണാകുളത്ത് നിന്ന് തന്നെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ എങ്ങനെയാണ് എൻ്റെ കരിയറും വിവാഹ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോവുക, ഇതൊക്കെ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള നൂറ് സംശയങ്ങളും ടെൻഷനുകളും ഒക്കെ ഒരു സൈഡിൽ നിൽക്കുന്നു. എല്ലാ കാലത്തും ഞാനിങ്ങനെ വാദിക്കുന്ന ഒരു കാര്യമാണ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണമെന്ന്. അപ്പോൾ ഇത്രയും ദിവസം ദൂരദർശനിലൊക്കെ അവിടെ പോയി ജോലി ചെയ്യുമ്പോഴത്തേക്കും ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ ജോലി കളയണോ അതോ ആ ജോലിക്ക് പോകണോ, അങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളൊരു സമയമാണ്. ഈ ഓഡിറ്റോറിയവും നമ്മളോട് ഏകദേശം ഇങ്ങനെയൊക്കെയാണ് അവരത് എന്താ പറയുക അറേഞ്ച് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇത് നേരിട്ട് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. ഗംഭീര ഓഡിറ്റോറിയം ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾക്കും തോന്നുന്നില്ലേ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അത് ചെയ്തത് ആരാണെന്നൊക്കെ ഞാൻ മറന്നുപോയി. ഏതായാലും ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണ സമയം അടുക്കുന്നു. ഇതൊക്കെ സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഞാനിതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. ഇന്ന് ഒരു പരിപാടി, ഈ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ സമാധാനപരമായിട്ട്, ഇപ്പം എനിക്ക് ഇതൊക്കെ ശീലമായി. ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കുക, അന്നത്തെ ദിവസം ഇതൊക്കെ എങ്ങനെയായിരുന്നു ഓർഗനൈസ് ചെയ്തിരുന്നത്. കുറേ കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലേ. ലൈഫ് എത്ര മാറി അതിനുശേഷം. ഒരു നിയർലി 7 years കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാ. എൻ്റെ ആ കാലഘട്ടത്തിലുള്ള എല്ലാ തരുണിമണികളെയും ഞാൻ ഈ താലം എടുക്കാൻ വിളിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. എല്ലാവരും ദാ കണ്ടോ, ഇങ്ങനെ ബാക്ക് ടു ബാക്ക് എത്തുന്നുണ്ട്. ജീവൻ വരുന്നു. എന്ത് ക്ഷീണിച്ച ജീവനായിരുന്നു. ഇന്ന് ജീവൻ ഇരിക്കുന്നത് നിങ്ങളൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ. ബോഡി ഷേമിങ് അല്ല, വണ്ണം കുറയ്ക്കണം എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പക്ഷെ ആരും മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ റൈഡ് വന്നു. ഇനി ഗ്രൂം എവിടെ? നല്ലൊരു ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ ഭാസ്കരിയ, ഇഷ്ടംപോലെ സ്പേസും. അതാ ഞാൻ വരുന്നു. സ്പോട്ട് ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ആർഭാടായിരുന്നു. ഈ സമയത്തൊക്കെ എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആണ്. ഒന്നും എനിക്ക് എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല, എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. ആൾക്കാർ എന്താണോ പറയുന്നത് അതനുസരിച്ച് ഞാനങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ആകെ വിചാരിച്ചിരുന്നു ത്രൂ ഔട്ട് ചിരിച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് ഫോട്ടോസ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുക്കുന്നതാണ്. ത്രൂ ഔട്ട് ചിരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു എൻ്റെ ബാക്ക് ഓഫ് മൈ മൈൻഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ. അങ്ങനെ ആ സമയത്തൊക്കെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ഒരു 50,000 രൂപയുടെയെങ്കിലും സാരി മിനിമം എടുക്കണം, അങ്ങനെയാണെങ്കിലേ ഒരു ഗും കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. കല്യാണ സാരിയാണ്, ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാരിയാണ്, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് എക്സ്പെൻസീവായ സാരി എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കെന്തോ ഞാൻ ഈ ഉടുത്തേക്കുന്ന സാരിക്ക് ഒരു 20,000 രൂപയിൽ താഴെ വരുന്നൊരു സാരിയാണേ. ആ സാരി ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങനെ എടുത്തതാണ്. അല്ലാതെ അങ്ങനെ ഇത്ര സാധനങ്ങളിലൊന്നും ഞാൻ അതിൻ്റെ ഒരു എക്സ്പെൻസ് എത്രയാണ്, അല്ലെങ്കിൽ പൈസ കൂടിയാലേ അതിന് ഗമ കിട്ടുള്ളൂ, അങ്ങനെയൊന്നും ആ കാലഘട്ടത്തിൽ ചിന്തിച്ചിട്ടേ ഇല്ല. ആ ചിന്ത ഇപ്പോഴും ഇല്ല. അങ്ങനെ എവിടെ എത്തി? അങ്ങനെ മോതിരമാറ്റം കഴിഞ്ഞു, താലി. സത്യം പറയട്ടെ, ഈ താലിയുടെ പേര് പറഞ്ഞിട്ട് തലേ ദിവസം ഞാനും ജീവനും കൂടെ ഗുസ്തി പിടിച്ചായിരുന്നു. അതായത് ജീവൻ ഇത് പോയി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വലിയ താലി. അപ്പോൾ ഞാൻ പറയും, ഇത് ഇത്രയും വലിയ താലിയൊന്നും ഒരു സ്റ്റൈലായിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല, എനിക്ക് ഇതിലും ചെറുത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭീമയിൽ ഇതേ ഉള്ളൂ, ഇതിലും ചെറുത് അവിടെ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഞങ്ങൾ തലേ ദിവസം തല്ല് പിടിച്ചിരുന്നു. അന്നൊക്കെ ഞാൻ വിചാരിച്ചു താലിയൊക്കെ ഞാൻ എന്നും ഇട്ടുകൊണ്ട് നടക്കുന്ന സാധനമാണ്. ഇപ്പോൾ ഇതിട്ടിട്ട് എത്ര കൊല്ലമായെന്ന് എനിക്ക് ഓർമ്മയില്ല. അതൊരു ഗമയായിട്ടോ അങ്ങനെ ഒന്നും പറയുന്നതല്ല, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു താലിയിലാണ് അല്ലെങ്കിൽ ഒരു മോതിരത്തിലാണ് അങ്ങനെയുള്ള എന്താ പറയുക തോട്ട്സ് ഒന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു അനാവശ്യ വഴക്ക് ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കി എന്ന് പറയുമായിരുന്നു. എന്തായാലും ഇപ്പം അത് കാണുമ്പോഴത്തേക്ക് വളരെ ചെറിയൊരു സാധനം, ഒരാവശ്യമില്ലാത്ത. നമ്മൾ ആ സമയത്തൊക്കെ കുട്ടിയൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കും എന്തൊക്കെ ചിന്തകളല്ലേ മനസ്സിൽ കൂടെ പോകുന്നത്. ഒരാവശ്യമില്ലാത്ത
ഒരു തോട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഈ കല്യാണത്തിനും ആക്ച്വലി ഇന്നുണ്ടോ ഞാൻ ത്രൂ ഔട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്നോട് തലേദിവസം ജീവൻ എന്നോട് പറഞ്ഞേ, കല്യാണ ഫോട്ടോയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കും നമ്മളുടെ ആ താലി കെട്ടുന്ന മൊമെൻറ്റിലുള്ളത്. അപ്പോൾ നന്നായി ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, കാരണം അങ്ങനെയാണെങ്കിൽ ഫോട്ടോയിലൊക്കെ നല്ല ഭംഗി കിട്ടുള്ളൂ എന്ന്. അതാണ് ഈ സമയത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് നന്നായി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടിപ്പിക്കൽ വെഡ്ഡിങ് കഴിഞ്ഞു. ഇതാ കുറേ സാരിയും സെക്കൻഡ് സാരിയും ഒക്കെ തന്നു. അതൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസ് എടുത്തു. പിന്നെ ഒരുപാട് ആൾക്കാർ തിരിഞ്ഞും മറിഞ്ഞും വന്ന് ഫോട്ടോ എടുക്കുന്നു. നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരെയും കാണുന്നു, പറയുന്നു. ഈ പരിപാടി ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്ത പരിപാടി, ഈ പാലും പഴവും നൽകൽ. എനിക്കും ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ഇതൊക്കെ ഒരു ആചാരമല്ലേ എന്ന് വിചാരിച്ച് നമ്മളതൊക്കെ ചെയ്തു. ഈ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ടൊക്കെ നിൽക്കുകയാണേ. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എൻ്റെ കിളി പറക്കുന്ന മൊമെൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അതായത് ഈശ്വര, ഇതൊക്കെ എന്തോരം ആൾക്കാരെ, ഇത്രയും പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഫോട്ടോ എടുത്തത് പോലും എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ എപ്പോഴാണാവോ? ഈ ബന്ധുക്കളിലൊന്നും പകുതി പേരെ ഞാൻ അതിനുശേഷം പിന്നീട് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ സദ്യ കഴിഞ്ഞു. സദ്യ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ എൻ്റെ അനിയനും അവൻ്റെ ഫ്രണ്ട്സുമാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു ദിവസത്തെ മുഴുവൻ പരിപാടികളും കഴിഞ്ഞ് ഫോട്ടോ എടുപ്പ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഈ ഒരു സമയമായപ്പോഴത്തേക്കും, അതായത് ഞാനും കൂടെ ചോറൊക്കെ ഉണ്ട്. സദ്യയുടെ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. സാധാരണ കല്യാണ പെണ്ണുങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കൈകൊണ്ടായിരിക്കുമല്ലോ. ഞാൻ ആ സമയത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് നെയിൽ ആർട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ ഈ നെയിൽ ആർട്ട് എന്ന് പറയുന്നത് വൈറ്റ് ആയിട്ടുള്ള ഓംബ്രേ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചെയ്തേ. അപ്പം ഇങ്ങനെ കൈ മുഴുവൻ നല്ല വെള്ള കളറിൽ ക്യൂടെക്സ് ഇട്ട് കഴിഞ്ഞാൽ, വെള്ള കളറിൽ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അതെല്ലാം കയ്യിൽ പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ സ്പൂൺ കൊണ്ടേ കഴിക്കുന്നുള്ളൂ എന്ന്. അതുകൊണ്ട് സദ്യയൊക്കെ സ്പൂൺ കൊണ്ട് കഴിച്ച് ഗംഭീരമാക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, പായസമൊക്കെ സ്പൂണിൽ. ജീവൻ നന്നായി കഴിക്കുന്നുണ്ട്. ജീവൻ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷെ പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ആ ദിവസം നമുക്കങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുമില്ല. എനിക്ക് ഒരു വിശപ്പോ ദാഹം ഒന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ അങ്ങനെ പോവായിരുന്നു. അങ്ങനെ ഫോട്ടോകളെല്ലാം എടുത്തു കഴിഞ്ഞു. പതുക്കെ സെക്കൻഡ് സാരിയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഞാൻ പതുക്കെ പരിപാടിയെല്ലാം കഴിഞ്ഞ് സമയമായി. നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ കയറാനുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എല്ലാം വൈൻഡപ്പ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണേ. ഈ മൊമെൻറ്റിൽ ഞാൻ തീരുമാനിച്ചിരുന്നു, ഈ ടിപ്പിക്കൽ നമ്മൾ വെഡ്ഡിങ് വീഡിയോയിലൊക്കെ കാണില്ലേ, ആ സമയത്ത് നമ്മളിരുന്ന് കരയുന്നത്, അങ്ങനെ ഞാൻ കരയില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ എറണാകുളത്ത് തന്നെ കല്യാണം കഴിക്കുന്നത്. അവിടെ നിന്ന് ഒരു 30 മിനിറ്റിൽ ദൂരത്തിൽ എൻ്റെ വീടുണ്ട്. എല്ലാം അങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും ആ സമയത്ത് എങ്ങനെയാണ് കരച്ചിൽ വരുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് ആ സമയത്ത് കരച്ചിൽ വന്നിരുന്നു, പക്ഷെ ഞാൻ ഒരു തരത്തിൽ ഞാൻ കാണിക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ടിങ്ങനെ പിടിച്ചു നിൽക്കുന്ന നിമിഷങ്ങളായിരുന്നു. പിന്നെ ഞാൻ സമാധാനിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നെ ജീവൻ്റെ വീട്ടിലേക്ക് ആക്കാനായിട്ട് ഇവരെല്ലാവരും വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മളൊരു കാറിൽ കയറി പോയാലും പുറകെ എല്ലാവരും എത്തുമല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ ഇവിടെയൊക്കെ നിൽക്കുന്നത്. അങ്ങനെ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്നു പാലും പഴവും കൊടുക്കലൊക്കെ. ജീവൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും വരുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് നാണമാകുന്നു. എന്തൊക്കെ തരത്തിലുള്ള പോസുകളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, ഈ ക്രിഞ്ച് സാധനങ്ങളൊന്നും നമ്മൾ കാണാതിരിക്കാം. അങ്ങനെ അവിടേക്ക് എല്ലാവരും വന്ന എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരോടെയും ഒരുമിച്ച് മോനുവിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഈ ആൽബം അവസാനിക്കുകയാണെന്ന്. അയ്യോ, എനിക്ക് നാണായിട്ട് എന്തൊക്കെ കാണിച്ചേക്കുന്നത്. ഓ മൈ ഗോഡ്, ഇതായിരിക്കും ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഇങ്ങനെയൊക്കെയാണ് പോസുകൾ. ഓ മൈ ഗോഡ്, തീർന്നു.
ഞാൻ ആദ്യമായിട്ടാണ് ഈ 1.5 മണിക്കൂർ വീഡിയോ ഇങ്ങനെ ഇരുന്ന് കാണുന്നത്. എന്തൊക്കെ ക്രിഞ്ച് പരിപാടികളാണ് നമ്മൾ ആ സമയത്ത് കാണിച്ചിട്ടുള്ളതെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിലെടുത്ത ഒരു വലിയ മേജർ ഡിസിഷൻ ആയിരുന്നു. അത് അതിലൂടെ കടന്നുപോയി ഒരുപാട് ഏത് വിവാഹ ജീവിതമാണെങ്കിലും നമ്മളിനി എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ കണ്ടുപിടിച്ചാലും നമുക്ക് ഒരു തരത്തിലും അറിവില്ലാത്ത ആളെ കണ്ടുപിടിച്ചാലും ജീവിതം എന്ന് പറയുന്നത് കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ കടന്നു പോകുന്നതാണ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാനാണെങ്കിലും ജീവനാണെങ്കിലും തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് 7 കൊല്ലമായിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. അതിനുശേഷം ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് മറ്റൊരു മേജർ ഡിസിഷനായിരുന്നു. അതും ഒരുപാട് ആലോചിച്ച് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മദർഹുഡിനെയൊക്കെ എംബ്രേസ് ചെയ്യാനുള്ള ടൈം ആയോ എന്നൊക്കെ പലതരത്തിലുള്ള ആലോചനകൾ എനിക്കുണ്ടായിരുന്നു. എനിക്കൊരു കുഞ്ഞിനെ ഒക്കെ നോക്കിയിരിക്കാനുള്ള ഒരു പേഷ്യൻസ് ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും പതുക്കെ പതുക്കെ തീർന്ന് ഇപ്പോൾ കൊച്ചെന്ന് പറയുന്നത് ഒരു കറണ്ട് ഒബ്സഷൻ ആയിരിക്കുന്ന അവസ്ഥയാണ്. എനിഹൗ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ കിട്ടിയ കാര്യങ്ങളിലെല്ലാം, ഇതുവരെ സംഭവിച്ച കാര്യങ്ങളിലെല്ലാം ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ ആഗ്രഹിച്ചതിനപ്പുറത്തേക്കും എൻ്റെ ജീവിതം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ പോകുമെന്നാണ്. കാരണം പരമാവധി എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കാറുണ്ട്. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലും ഞാനും പറയാറുണ്ട്, നമുക്ക് എന്താ പറയുക, നമ്മളുടെ ജീവിതത്തിൽ കുറേ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും, കുറേ മോശം കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. അപ്പം നല്ല കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം കുറേയും കൂടെയൊക്കെ ബെറ്റർ ആയിരിക്കും, നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കുമെന്ന്. അങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, എന്നും രാത്രി ആകുമ്പോഴത്തേക്കും ഞാൻ എത്ര ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്നും ഞാനിങ്ങനെ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും നമ്മൾ ആഗ്രഹിച്ചതിനപ്പുറം കാര്യങ്ങൾ നൽകുന്നതിലൊക്കെ എന്തോ ഒരു സൂപ്പർ പവർ ഉണ്ട്. ഒരു പക്ഷേ അത് മാനിഫെസ്റ്റേഷനാകാം, എന്ത് രീതിയിൽ വേണമെങ്കിലും നമുക്കതിനെ വിളിക്കാം. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ പോസിറ്റീവായി കാണാനും ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയാനും ഞാൻ ഇന്ന് ശ്രമിക്കാറുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, ഇന്ന് കിടന്നുറങ്ങണതിന് മുൻപ് നമുക്ക് ആ ദിവസം ചെയ്ത നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ദിവസം നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ നല്ല സുഖമായിട്ട് ഉറങ്ങാനും പറ്റും, സന്തോഷമായിട്ട് ഉറങ്ങാനും പറ്റും. അങ്ങനെ ഒരു വലിയ തത്വചിന്ത പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വെഡ്ഡിങ് വീഡിയോ വീണ്ടും കാണുക എന്ന് പറയുന്ന ക്രിഞ്ച് പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.